നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നാട് കടത്തുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവും? നാട് കടത്തേണ്ടി ഒന്ന് നാട് കടത്തും. ആരെയാണ് നാട് കടത്തുന്നത്? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ കാപ്പ നിയമമുണ്ടല്ലേ? അതെ. ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ആളുകളെ ഈ ജില്ലയിൽ നിന്ന് നിൽക്കരുത് പറഞ്ഞാൽ അടുത്ത ജില്ലയ്ക്ക് നാട് കടത്തും കാപ്പ കേസുകളിൽ. അതുപോലെ ഇന്ത്യയിൽ നാട് കടത്തുന്ന ആരെയായിരിക്കും? ഇന്ത്യ സർക്കാർ നാട് കടത്തുന്നുണ്ടെങ്കിൽ നാട് കടത്തുന്നത് ഈ രാജ്യത്തെ പൗരന്മാരല്ലാത്തവരായിരിക്കും. ഇപ്പോൾ ബംഗ്ലാദേശികളെ നാട് കടത്തുന്നുണ്ട്, റോഹിംഗ്യൻസിനെ നാട് കടത്തുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ നാട് കടത്തും എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടത്. കാരണം വളരെ സുപ്രധാനമായ ചില രേഖകളും ആയിട്ട് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ ഏറ്റവും പുതിയ ലക്കം വന്നിരിക്കുന്നു. ഓൺലൈനിൽ ലഭ്യമാണ്. അതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക മുദ്രയോടെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി കുറേ കാലമായി കേൾക്കുന്നതാണ്, ബ്രിട്ടീഷ് പൗരനാണ് എന്ന് പറയുന്ന ഒരു ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ബ്രിട്ടീഷ് സർക്കാർ, UK സർക്കാർ രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. അപ്പോൾ ആർക്കാണ് പാസ്പോർട്ട് കിട്ടുക? ഒരു രാജ്യത്ത് ഇന്ത്യയിലെ പാസ്പോർട്ട് ആർക്കാണ് കിട്ടുക? പാകിസ്ഥാനിക്ക് കിട്ടുമോ? ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുമോ? അല്ലേ? പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ല, ശരിയാണ്. പക്ഷേ എന്നാലും ഇന്ത്യക്കാരാണെന്ന് വ്യക്തമാവുന്ന ആളുകൾ, ബോധ്യപ്പെടുത്തുന്ന രേഖകൾ കൊടുത്ത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾക്ക് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ വേണം? ആധാർ വേണം, റേഷൻ കാർഡ് വേണം, പിന്നെ പോലീസ് വെരിഫിക്കേഷൻ നടക്കും, എന്നിട്ടാണ് പാസ്പോർട്ട് നൽകുന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട്. ആ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ബ്രിട്ടൻ ഔദ്യോഗികമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഒന്നാം ഘട്ടം. ബാക്കി ഘട്ടങ്ങൾ ഞാൻ പറയാം. അങ്ങനെ ഔദ്യോഗികമായി ബ്രിട്ടൻ്റെ പാസ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പാർലമെൻറ്റിന് പാസ്പോർട്ടിന് അപേക്ഷിക്കണം. ബ്രിട്ടീഷുകാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം, വേണ്ടേ? ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കണം, താമസ സ്ഥലത്തിൻ്റെ രേഖ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ പോലെ അവിടെയും ഉണ്ടാവും പാസ്പോർട്ടിന് കിട്ടുന്നതിന് വേണ്ടി ഒരു വെരിഫിക്കേഷൻ. പോലീസ് അന്വേഷണം നടത്തും. എന്തിനാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്? ഇയാൾക്ക് എന്തെങ്കിലും ക്രിമിനൽ കേസുകളുണ്ടോ? പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടാണ്. പോർട്ട് തുറമുഖം കടന്നു പോകാനുള്ള, പാസ് ചെയ്യാനുള്ള അനുമതി. ഒരു രാജ്യത്തെ പൗരനോട് ആ രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന്, തുറമുഖമാവട്ടെ, എയർപോർട്ട്, വിമാനത്താവളമാവട്ടെ, സീപോർട്ടോ എയർപോർട്ടോ, അത് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് പോകാനാണ്. രാജ്യം വിട്ട് പുറത്തേക്ക് പോകാൻ കൊടുക്കുന്ന അനുമതിയാണ് പാസ്പോർട്ട്. അപ്പോൾ ഏതെങ്കിലും കേസോ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരും വെരിഫൈ ചെയ്തിട്ടുണ്ടാവാം, രേഖകൾ പരിശോധിച്ചിട്ടുണ്ടാവാം. എന്നിട്ട് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസ്പോർട്ടിന് യോഗ്യനാണ് എന്ന് കണ്ടെത്തിയിരിക്കാം. എന്നിട്ടല്ലേ പാസ്പോർട്ട് കൊടുക്കൂ? നമ്മുടെ നാട്ടിലും പാസ്പോർട്ടിൻ്റെ രീതി അറിയാം, പാസ്പോർട്ട് എടുത്തിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ ബ്രിട്ടനിലെ പാസ്പോർട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടണമെങ്കിൽ ബ്രിട്ടീഷുകാരനാണ് എന്നുള്ള രേഖകൾ കൊടുത്തിട്ടുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു കമ്പനിയുണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ ബാക്ക് ഓപ്സ്. ബാക്ക് എന്ന് പറഞ്ഞാൽ പുറകിൽ, ഓപ്സ് ഓപ്പറേഷൻസ്, പുറകിൽ നടക്കുന്ന ഓപ്പറേഷൻസ്. ഒരിടപാടിൻ്റെ പുറകിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ ദല്ലാൽ കമ്പനിയാണ്. രണ്ടുപേര് തമ്മിൽ വാടക വീടെടുക്കുന്നു, രണ്ടുപേരെ തമ്മിൽ കണ്ടുമുട്ടുന്നു, കരാർ എഴുതിക്കുന്നു, കൊടുക്കുന്നു, വീട് മേടിച്ചു കൊടുക്കുന്നു, അല്ലെ വീട് വിൽക്കുന്നു. എന്നിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്ക് കമ്മീഷൻ കിട്ടും. ഇങ്ങനെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി ഒരു അമേരിക്കക്കാരനുമായി ചേർന്ന് ഉണ്ടാക്കിയ ബ്രിട്ടീഷ് കമ്പനിയാണ് ബാക്ക് ഓപ്സ്. ഇതിൻ്റെ ഡയറക്ടറായിരുന്നു രാഹുൽ ഗാന്ധി. ഡയറക്ടറാണ് രാഹുൽ ഗാന്ധി എന്ന് കാണിച്ച ചില ഡോക്യുമെൻറ്റ്സ് നേരത്തെ വന്നിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ എക്സിലും ഒക്കെ ട്വിറ്ററിലൊക്കെ പ്രസിദ്ധീകരിച്ചു. രാഹുൽ ബ്രിട്ടനിൽ നികുതി കൊടുത്തതിൻ്റെ രേഖകളാണ്. ബ്രിട്ടനിൽ നികുതി കൊടുക്കേണ്ട ബ്രിട്ടീഷുകാരാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു കേസ്, ആ കേസ് ഇങ്ങനെ കിടക്കുകയാണ്. അതോടൊപ്പമാണ് കർണാടകക്കാരനായ വിഘ്നേഷ് ശിശിർ ഒരു കേസ് കൊടുത്ത്, അലഹബാദ് ഹൈക്കോടതി കേസ് കൊടുത്തിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണ്. അപ്പോൾ ഈ ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മറ്റൊരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു അമേരിക്കക്കാരനാണ്. കഴിഞ്ഞ UPA സർക്കാർ എന്ന് വെച്ചാൽ 2014 തൊട്ട് മുമ്പുള്ള മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നത് AK ആൻ്റണി ആയിരുന്നു. അക്കാലത്ത് സ്കോർപിയൻ അന്തർവാഹിനി ഇടപാട് നടന്നു. ഫ്രാൻസുമായിട്ടോ മറ്റുള്ള ഒരു അന്തർവാഹിനി കരാറാണ്. 10,000 കോടി രൂപയുടെ കരാറാണ്. ആ കരാറിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞ ഇടനില നിൽക്കുന്ന കമ്പനിയുടെ മറ്റേ ഡയറക്ടറായ അമേരിക്കക്കാരനാണ്. കോടിക്കണക്കിന് രൂപയാണ്, 100 കോടി രൂപയാണ് കമ്മീഷനായി കിട്ടിയത്. അത് ബാക്ക് ഓപ്സിന് തന്നെ കിട്ടിയതായിരിക്കും. കാരണം ബാക്ക് ഓപ്സിൻ്റെ 2 ഡയറക്ടർമാരിൽ ഒരാൾ രാഹുൽ ഗാന്ധി, മറ്റേ ഡയറക്ടർ അമേരിക്കക്കാരൻ. അയാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അന്തർവാഹിനി ഇടപാട്
നടപ്പാക്കാനുള്ള കരാർ കിട്ടുന്നു. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ സഹായം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് ഈ ബാക്ക് ഓപ്സ് എന്നുള്ള കമ്പനി നടന്നത്. ഇത്തരം ഒരു കമ്പനി ബോംബെയിലും ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഇന്ത്യൻ കമ്പനിയിൽ പ്രിയങ്ക ഗാന്ധിയും ഡയറക്ടറായിരുന്നു. ആ കമ്പനി ഡിസോൾവ് ചെയ്തു, വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രേഖ വന്നപ്പോഴാണ് വിഘ്നേഷ് ശിശിറും അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചിൽ ചെന്നത്. ലക്നൗ ബെഞ്ചിൽ ചെന്നു പലതവണ വന്നപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയോട് കോടതി കഴിഞ്ഞ ഡിസംബർ 19 ജസ്റ്റിസുമായ രാജൻ റോയും ഓം പ്രകാശ് ശുക്ലയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, നിങ്ങൾ ഡോക്യുമെന്റ്സ് തരുമെന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. UK സർക്കാരിനോട് ചോദിച്ചു, രാഹുൽ ഗാന്ധിയുടെ പൗരത്വം, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ വല്ലതും ഉണ്ടെങ്കിൽ എത്തിക്കാൻ പറഞ്ഞു. ചോദിച്ചിരിക്കുകയാണ്. പല അവധിക്ക് കേസ് വന്നു. അപ്പോഴൊക്കെ കേന്ദ്രം ചോദിക്കുന്നു. ഏതാണ്ട് നമ്മുടെ ലാവലിംഗ് കേസ് പോലെ. അങ്ങനെ ആയപ്പോൾ കോടതിക്ക് മടുത്തു. കോടതി മെയ് 14 പറഞ്ഞു, ഞങ്ങൾ വലഞ്ഞു, കേന്ദ്രം മറുപടി തരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും വിഘ്നേഷ് ശിശിർ, ഞങ്ങൾ ഈ കേസിന് തീർപ്പാക്കുകയാണ്. ഇയാൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ചെല്ലുക, അവരോട് പറ. ഞങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. ഇയാളൊരു അപേക്ഷ കൊടുക്കുക, അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ പോവുക, എന്നിട്ട് പിന്നീട് ഭാവിയിൽ വല്ല പരാതിയും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞാണ് മെയ് 14 ഈ കേസ് തീർപ്പാക്കിയത്. പക്ഷേ ഇതിനിടയ്ക്ക് സംഭവിച്ചത്, സർക്കാർ കള്ളം പറഞ്ഞായിരുന്നില്ല. അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് ബ്രിട്ടീഷ് സർക്കാരിന് കത്തയച്ചിരുന്നു. ഒരു കത്തയച്ചതിന് മറുപടി കിട്ടിയത് അടുത്തിടെ 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് മറുപടി കിട്ടുമ്പോഴത്തേക്ക് വേറൊരു കാര്യം ഉറപ്പിച്ചിരുന്നു. മോദി ബ്രിട്ടനിലേക്ക് പോകാൻ തീരുമാനമെടുത്തിരുന്നു. നമ്മളിപ്പോൾ ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വാർത്ത ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ വളരെ നിർണായകമായ ഒരു വ്യാപാര കരാർ ട്രംപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ചില സാധനങ്ങൾ 0% 0 തീരുവയിൽ ഇങ്ങോട്ട് സാധനങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു. അവിടുന്ന് വളരെ നാമമാത്രമായ തീരുവ ചുമത്തി 2 രാജ്യങ്ങളും ഉദാരമായി ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു. അപ്പോൾ ഇന്ത്യയും ബ്രിട്ടനുമായിട്ട് നല്ല കരാർ ഇന്നലെ ഒപ്പുവെച്ചു, നല്ല ബന്ധമാണ്. അപ്പോൾ ഇന്നലെ പോയിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ഈ കരാർ ഒപ്പുവെക്കുന്നത്. അതിനു മുമ്പുള്ള ചർച്ചകൾ വളരെ മുമ്പേ നടക്കും. ആ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ടിന്റെ രേഖകൾ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ലെന്നും ബ്രിട്ടീഷുകാർക്കറിയാം. രാഹുൽ വന്നാലെന്ത് വന്നില്ല, നിലവിലിരിക്കുന്ന 11 വർഷമായി ഇന്ത്യ ഭരിക്കുന്ന സർക്കാരുമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ താല്പര്യം. അതുകൊണ്ട് ഇന്ത്യ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടെ കൊടുത്താൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എതിര് നിൽക്കുന്ന സർക്കാരായതുകൊണ്ടും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി സർക്കാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് നിൽക്കുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ ഈ ഡോക്യുമെന്റ് അങ്ങ് കൊടുക്കുന്നത് നല്ലതാണ്. ബ്രിട്ടൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഏതായാലും ആ രേഖ വന്നു. രേഖയ്ക്ക് അത് കൃത്യമായും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണ് എന്ന് തെളിയിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് 2 പാസ്പോർട്ട് പറ്റത്തില്ല, 2 രാജ്യങ്ങളുടെ പൗരത്വം പറ്റില്ല, ഏക പൗരത്വമുള്ളൂ. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൈവശം വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദായിപ്പോയി. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പാസ്പോർട്ട് വാലിഡ് അല്ല. ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം തീർന്നു. അപ്പോൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് തെറ്റ്, നിയമവിരുദ്ധം. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ രാജ്യത്ത് വ്യാജരേഖ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ പൗരനല്ലാത്ത ഒരാൾ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവ് വരെ ആയിരിക്കുന്നു. പ്രധാനമന്ത്രി ആകാൻ ആഗ്രഹിച്ചത്. അതായത് രാഹുൽ എങ്ങാനും പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ വീണ്ടും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ വന്നേനെ. നമ്മൾ സമരം ചെയ്ത് 1947 ഓഗസ്റ്റ് 15 മേടിച്ച സ്വാതന്ത്ര്യം നിരർത്ഥകമാകുന്ന തരത്തിൽ ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമായിരുന്നു. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് വലിയൊരു നിയമക്കുരുക്കുണ്ട്. ഒന്ന്, വ്യാജമായി ചതിച്ച് ഇന്ത്യയിലെ ജനങ്ങളെയും ഇന്ത്യൻ ഭരണകൂടത്തെയും പറ്റിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ജയിൽ ശിക്ഷ ഉറപ്പാണ്. അതുകൂടാതെ നിലവിലുള്ള പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും. മൂന്നാമത്തത്, അങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റക്കാരനായി കണക്കാക്കി രാഹുൽ ഗാന്ധിയെ നാട് കടത്തും ബ്രിട്ടനിലേക്ക് വിടും. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രേഖ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പരാതി നേരത്തെ സുപ്രീം കോടതിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ 1919 6 വർഷം മുമ്പ് ഇങ്ങനൊരു കേസ് വന്നു. അപ്പോൾ ഈ രേഖകളൊക്കെ ഹാജരാക്കിയപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞു, ശരിയാണ്, രാഹുൽ ഗാന്ധി ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണെന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് എന്നതുകൊണ്ട്
ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിനുള്ള തെളിവ് വരട്ടെ എന്ന് ചോദിച്ചു. അതിനുള്ള തെളിവ് ഇപ്പോൾ വന്നിരിക്കുന്നു. ആ രേഖയാണ് വിഘ്നേഷ് ശിശിർ കോടതിയിൽ ഹാജരാക്കിയത്. അലഹബാദ് ഹൈക്കോടതിയിലേക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കാണുന്നത് ഓർഗനൈസർ RSSൻ്റെ ഇന്ത്യയിലെ മുഖപത്രം ഇത് ഡോക്യുമെൻ്റ് സഹിതം രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ട് എന്നു തെളിയിക്കുന്ന രേഖ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ രേഖ സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഡോക്യുമെൻ്റ് സഹിതം, വിത്ത് ഡോക്യുമെൻ്റാണ്, വെറുതെ ബ്ലാ 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 അല്ല. അപ്പോൾ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രാഹുൽ ഗാന്ധി നേരിടുകയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, കബളിപ്പിച്ചതിന് ജയിൽ ശിക്ഷയും നാടുകടത്തലും ഉറപ്പാണ് രാഹുൽ ഗാന്ധിക്ക്. കേന്ദ്രം രക്ഷിച്ചില്ലെങ്കിൽ, പണ്ട് ഇവിടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിലെ ഒരാൾ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായി കാമുകിയുടെ കൂടെ. പെട്ടി നിറച്ച് ഡോളറും ഏതാണ്ട് $1,00,000 മയക്കുമരുന്നുമായിട്ടാണ് പിടിച്ച് വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ്. പിടിച്ചു കഴിഞ്ഞ് വലിയ പ്രശ്നമായപ്പോൾ അന്നത്തെ NSAയോട് ഈ രാഷ്ട്രീയ കുടുംബത്തിലെ മുതിർന്ന ആൾ പറഞ്ഞു, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ വാജ്പേയി ഇടപെട്ടിട്ടാണ് അന്ന് മയക്കുമരുന്നും വിദേശിയായ കാമുകിയുമായി അമേരിക്കയിലെ എയർപോർട്ടിൽ പിടിയിലായ ഒരു രാഷ്ട്രീയ നേതാവിനെ രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നത്. പേര് ഞാൻ പറയുന്നില്ല, ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. വാജ്പേയിയാണ് അന്ന് അദ്ദേഹത്തെ രക്ഷിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധിയെ മോദി രക്ഷിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.